ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് തൊട്ട് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താകുമെന്ന് ഒന്നും അറിഞ്ഞൂടെ, എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിഞ്ഞൂടെ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇപ്പൊ കേട്ടവനെ മനസ്സിലാവും. എന്തൊക്കെയോ പേടിച്ചിട്ട് ഒരുമാതിരി എവിടെ നിന്നൊക്കെ കണ്ട് കേട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ പറയണ പോലെ നിങ്ങൾക്ക് തോന്നി കാണും. ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നോ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ കണ്ട ഇവൻ ബദിരന് മൂങ്ങനുമാണ്. ഇത്രയും ദിവസം, അതായത് കുറെ ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കണ ഒരു സ്ട്രീമർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നായി തീർന്നു. പക്ഷെ ഒരിക്കലും ചുമ്മാ ഇരുന്നെന്ന് പറഞ്ഞ് ഒരിക്കലും ആർക്കും ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഞാൻ ഇത് തുടങ്ങാൻ ഇരുന്നിട്ട് ഒരു യൂട്യൂബർ അത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കയറുന്ന പോലെ കയറാൻ വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് എന്തായാലും ഏകദേശം 1 വർഷം 2 വർഷം ആവും. യൂട്യൂബില് കുറച്ച് പേര്, അതായത് മാർഷൽ ടോപ്പി, കാസ്ട്രോ, അങ്ങനെ കുറെ പേരെ ഗെയിമിംഗ് ചാനൽ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് എനിക്ക് ഒരു ചാനൽ തുടങ്ങണമെന്നൊരു സെറ്റപ്പ്. ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി, അറബ് ഫ്രം കേരള. അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കണം ഈ ചാനല്. ഈ ചാനൽ ഞാൻ തുടങ്ങിയപ്പോ എനിക്കൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്ട്രീമർ ആവണം, അല്ലെങ്കിൽ ഒരു ലൈവ് പോണ ഒരു ഗെയിമർ. പക്ഷെ ആസ് യൂഷ്വൽ സം ടെക്നിക്കൽ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പരിപാടി തുടങ്ങാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വെബ് ക്യാം, ഒന്നാമത് എനിക്ക് വെബ് ക്യാമിന്റെ പരിപാടി ഇല്ല. ബി ഫ്രാങ്ക്, എനിക്ക് അത്യാവശ്യം കുറെ സാധനങ്ങളുണ്ട്. PC ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഹെഡ്ഫോൺസ് ഉണ്ട്. പക്ഷെ അതില് എനിക്ക് PC-ലോട്ട് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ വരും. അതായത് ബ്ലൂടൂത്ത് വഴി ഒന്നും കണക്ട് ചെയ്യാൻ പറ്റൂല. JBLന്റെ സ്പീക്കറാണ്, അതായത് ഈ ഒരു JBLന്റെ ഒരു സ്പീക്കറാണ് ഉപയോഗിക്കണം. അത് വയേർഡാണ് സംഭവം. ഇത് വേണ്ട, വയേർഡാണ്. ഈ JBLന്റെ സ്പീക്കറാണ് ഉപയോഗിക്കണം. എനിക്ക് ചേട്ടൻ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, വയേർഡ് ആയതുകൊണ്ട്. ഇതില് പ്ലഗ് പോയിന്റ് 2 ഉണ്ട്. ഹെഡ്ഫോൺസിന് സെപ്പറേറ്റ്, കേൾക്കാൻ സെപ്പറേറ്റ്, പറയാൻ സെപ്പറേറ്റ്. അതുകൊണ്ട് എനിക്ക് ഒന്നീ കേൾക്കണം അല്ലെങ്കിൽ പറയണം. പിന്നെ ഡ്രോയിഡ് ക്യാം ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് സെറ്റപ്പായി, OBS സംഭവങ്ങളെല്ലാം കയറ്റിയിട്ട് സെറ്റപ്പായിട്ട് സ്ട്രീം തുടങ്ങിയപ്പോഴത്തേക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ സൗണ്ട് കേട്ട് നോക്കി. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് പറഞ്ഞാൽ പക്ക ഭയങ്കര ഒരുമാതിരി ബ്ലാ സൗണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്റെ PC അധികം സെറ്റപ്പ് ഒന്നുമല്ല. PC ഉണ്ടെങ്കിൽ തന്നെ സ്പെക്ക് കുറവാണ്. 500 GB ആണുള്ളത്. എനിക്കറിയാം ആർക്കും ഇത്ര പോലും ഇല്ലാത്തവരും തുടങ്ങിയിട്ടുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ കുറെ ട്രബിളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എനിക്ക് തോന്നുന്നു നല്ല ലെങ്ത് ആയി പോവും. അപ്പൊ ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ചാനലില് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണ ഈ ഒരു സമയം എന്ന് പറയുന്നത് 19 ഏകദേശം 11 മണിയാണ്. സോ അതായത് 26 മാർച്ച് 2026 ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം 27 28 ആയിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നത് 26/3/2026 11 മണിക്കാണ്. ഓക്കെ, 19 11 നമുക്ക് വനന്നായിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. 11. ഓക്കെ, സോ എങ്ങനെ ആയി തീരും, എന്തായി തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞോടാ. ഇത് ഇടാൻ പോണ കണ്ടന്റ് ഇനി തൊട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നണം അതെല്ലാം ഞാൻ ഈ ചാനലിൽ ചെയ്യും. ഇനി സ്ട്രീമിംഗ് സെറ്റപ്പ് വരും വഴി ചിലപ്പോൾ സെറ്റ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ സ്ട്രീം ചെയ്യും. ട്രാവൽ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ട്രാവലിന്റെ കാര്യങ്ങൾ ചെയ്യും. എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചിലപ്പോൾ എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളാണ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അങ്ങനെ എല്ലാത്തിന്റെയും ഒരു മിക്സിങ്. പിന്നെ ഫിസിക്കൽ, ഇനി എനിക്ക് എന്റെ ബോഡി ഒന്ന് സെറ്റ് ആക്കി എടുക്കണമെന്നുണ്ട്. സോ അതുകൊണ്ട് ഫിസിക്കലിന്റെ കാര്യങ്ങളായാലും കുറെ കാര്യങ്ങൾ ഇതിൽ എന്തായാലും കാണാൻ സാധിക്കും. വരും വീഡിയോകളിൽ അടിപൊളിയാവും എന്ന് വിശ്വസിക്കുന്നു. മടിച്ചിരിക്കുന്നത് എത്രയെന്ന് പറഞ്ഞ് മടിച്ചിരിക്കും. ഈ വീഡിയോ ഇടും എന്നാണ് എനിക്കൊരു ഉറപ്പ്. എന്തായാലും കേട്ടിട്ട് അലമ്പാണെങ്കിൽ പോലും ഞാൻ ഇടും. ഇനി എന്തായാലും ബാക്ക് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാനില്ല. +2 കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇനി ഒരു പരിപാടി ഇല്ലെങ്കിൽ വളരെയധികം ഷോക്കായി പോവും. എന്തിനും ഒരു സമയം ഉണ്ടെന്ന് പറയണ പോലെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് എത്രയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. പേടിയെല്ലാം കളഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇന്ന് ധൈര്യം സമ്മതിച്ചിട്ട് ഇങ്ങ് തുടങ്ങിയാണ്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ MRZ ഷമീർ, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് കിട്ടണമെന്ന് ഞാൻ എന്തായാലും പുള്ളിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അപ്പം അത് കണ്ടിട്ടും എനിക്ക് എന്തുകൊണ്ട് ഒരു സ്ട്രീം തുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വരട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യണത്. ഇനി തൊട്ട്
നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും പോലെ ഇരിക്കും എന്റെ പെർഫോമൻസ്. എന്തായാലും ഞാൻ ബാക്ക് ഇറങ്ങാൻ ഒരു താല്പര്യമില്ല. കുറേ മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കറിയാം. കുറേ സംസാരത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറയേണ്ട സംഭവം വെളി വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പേടി. ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായ ഒരു റെസ്പെക്ട് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇതിന്റെ മുമ്പിൽ ഇരുന്നൊരു ചുമ്മാ ഡയലോഗ് അടിക്കേണ്ട കാര്യമൊക്കെ നമ്മൾ വിചാരിക്കും ഓഹ് ഈസി, വന്ന് ചുമ്മാ ഒരു ക്യാമറ നോക്കി അതിലൊരു വീഡിയോ എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് കൊടുത്താൽ ഓണായി നമുക്ക് എന്ത് വേണോ സംസാരിക്കാം, എന്തൊക്കെ വേണോ ചെയ്യാം. പക്ഷെ ഇതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ് എന്തൊക്കെയാണ് പേടി, എന്തൊക്കെയാണ് സ്ട്രെസ്. പിന്നെ നമ്മൾ ഓരോരുത്തരെ കുറ്റം പറയാം, അവർക്ക് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ, അതൊക്കെ ഇത് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളത് തുടങ്ങുമ്പോൾ മനസ്സിലാവും നമുക്ക് എങ്ങനെ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്ന്. നമുക്ക് തുടങ്ങുമ്പോൾ അത് ആദ്യമൊക്കെ മനസ്സിലാവും. ഭ്രാന്ത് വരെ എടുക്കും, എങ്ങനെയാണ് അപ്ലോഡ്, എങ്ങനെയാണ് സംഭവങ്ങൾ, എന്തിനാണ് ചെയ്യേണ്ടത് ഒന്നും അറിഞ്ഞിടേ. ഇപ്പൊ സ്ട്രീമിങ്ങിന്റെ OBS സ്റ്റുഡിയോസ് വഴി സ്ട്രീം ചെയ്യുമ്പോൾ തന്നെ എത്ര പാടുപെട്ടെന്ന് ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഹാൻഡിൽ ചെയ്യണവർക്ക് നമ്മൾ വിചാരിക്കും ഒപ്പോ ഇവൻ അതറിഞ്ഞൂടാ, ഇവൻ ഇതറിഞ്ഞൂടാ. സംഭവം നമുക്കും അറിഞ്ഞൂടാ. സാധനം നമ്മൾ എടുത്തു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതില് എന്തൊക്കെയാണ് നമ്മളെ മീൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾക്ക് എത്രത്തോളം വട്ടാവുമെന്ന് നമുക്ക് അപ്പോഴേ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ഇന്നോട്ട് നമ്മൾ വീഡിയോ തുടങ്ങും. ഇനി തൊട്ട് അങ്ങോട്ട് വീഡിയോസ് കാണും. എല്ലാ വിധത്തിലും വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നിരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഹേറ്റും തോന്നിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്യുവറായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, അതായത് എനിക്കറിയാം ഭയങ്കര ഇഷ്ടപ്പെടാനൊന്നും ഈ കണ്ടന്റിൽ ഇല്ല, ഒന്നുമില്ല, ഒരു സംഭവം ഇല്ല. പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങളെ മാക്സിമം എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, എന്നെ കൊണ്ട് ഇടാൻ തോന്നണ പോലെ ഞാൻ ഇടും. നിങ്ങളെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. തെറ്റ് കുറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ്, എന്റെ കമന്റ് ബോക്സ് എപ്പോഴും ഓൺ ആയിരിക്കും. ഒരു കമന്റിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകണില്ല. അത് എപ്പോഴും ഓൺ തന്നെയായിരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. അത് ശരിയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് തരാനുള്ള റിപ്ലൈ ഞാൻ നിങ്ങളെ കമന്റിന്റെ താഴെ തന്നെ തന്നിരിക്കും, ഉറപ്പായിട്ടും തന്നിരിക്കും. സോ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി പറഞ്ഞ് ലാഗ് അടിപ്പിക്കണില്ല. ഇപ്പൊ തന്നെ എന്റെ റെക്കോർഡിൽ ഒരു 9 മിനിറ്റ് 20 സെക്കൻഡ് 10 മിനിറ്റ് അറൗണ്ട് ആവാറായി. ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ കട്ട് ചെയ്യണം. കാരണം അധികവും ശോകമാണ്. കട്ട് ചെയ്യാതെ ഇട്ടാൽ അത്രയും ദാരുണം ആവും. സോ എന്റെ പേര് ശരത്ത്, എന്റെ വയസ്സ് 18. സോ നമ്മൾ ഇനി ഒരു സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പൊക്കിയിരിക്കും. ഇനി ബാക്ക് ഇറങ്ങാൻ ഒരു രക്ഷയില്ല. ഇറ്റ്സ് മീ ശരത് സൈനിങ് ഓഫ്.